ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തു. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോക്കി. ഏതായിരുന്നു പാഠഭാഗം? യെസ്, നെയിംസ് ആൻഡ് നെയിംസ് എന്നുള്ളത് അല്ലേ. അതിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ് ഫോർ ദ വെക്കേഷൻ. അങ്ങനെ എന്ത് ചെയ്തു? സ്കൂള് ക്ലോസ് ചെയ്തു അല്ലേ. നമ്മൾ പഠിച്ച പാഠഭാഗം നമ്മുടെ ആരുടേതായിരുന്നു? കുഞ്ഞിച്ചിരുതയുടെയും അതുപോലെ തന്നെ ഓൺറ്റിനിറ്റിയുടെയും ആയിരുന്നു അല്ലേ. അപ്പോൾ അവരുടെ സ്കൂള് വെക്കേഷന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കുഞ്ഞിച്ചിരുത ഈസ് ഇൻ കേരള ആൻഡ് ഹെർ ഫ്രണ്ട് ഓൺറ്റിനിറ്റോ ഈസ് നൗ ഇൻ ഫ്രാൻസ്. അങ്ങനെ കുഞ്ഞിച്ചിരുത എന്ത് ചെയ്തു? നാട്ടിലേക്ക് പോന്നു, കേരളത്തിലേക്ക് തിരിച്ചു പോന്നു. ഓൺറ്റിനിറ്റോ ഫ്രാൻസിലേക്കും പോയി. ബട്ട് ദേ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജസ്. പക്ഷെ അവരെന്താണ്, ഈ വെക്കേഷൻ ആണെങ്കിൽ പോലും രണ്ടുപേരും രണ്ട് സ്ഥലത്താണെങ്കിലും അവർ കണക്ഷൻ നിലനിർത്തുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം ടെക്സ്റ്റ് മെസ്സേജിലൂടെ നിലനിർത്തുന്നുണ്ട്. ഹിയർ ഈസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്. അപ്പോൾ അവരുടെ ചാറ്റിലെ ഒരു പീക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് എന്താണെന്ന് വായിച്ചു നോക്കാം. ഹായ് ഓൺറ്റിനിറ്റോ, ഹൗ ഇസ് എവറിത്തിങ് ഗോയിങ്? അപ്പോൾ കുഞ്ഞിച്ചിരുന്ന മെസ്സേജ് അയക്കാൻ ഓൺറ്റിനിറ്റോ എല്ലാം എങ്ങനെ പോകുന്നുണ്ട്, നിനക്ക് സുഖമാണോ, എന്തൊക്കെയാണ് വിശേഷം എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഹായ്, ഇറ്റ്സ് സോ നൈസ് ഹിയർ, ഈറ്റ് ലോട്ട്സ് ഓഫ് യമ്മി ഫുഡ്, വാട്ട്സ് അബൌട്ട് യു, ഹൗസ് കേരള? അപ്പോൾ പറയാണ് ഇവിടെ നൈസായിട്ട് പോകുന്നുണ്ട്, ഒരുപാട് ഫുഡ്, യമ്മി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എന്താണ് നിൻ്റെ വിശേഷം, എങ്ങനെയുണ്ട് കേരളം എന്നൊക്കെ ചോദിക്കുകയാണ്. ഗ്രേറ്റ്, ലോട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോശാസ്, മിസ് യു ദോ. എന്താണ് അപ്പോൾ പറയുകയാണ് ഇവിടെ ഗ്രേറ്റ് ആണ്, സൂപ്പറാണ്, ഒരുപാട് കോക്കനട്ട് ട്രീസും അതുപോലെ തന്നെ അമ്മയുടെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. വൗ, മിസ് യു ടു. അപ്പോൾ പറയാണ് ഓൺറ്റിനിറ്റോ പറയാണ് നിന്നെയും മിസ് ചെയ്യുന്നുണ്ട്. ഗസ് വാട്ട്, ഐ ടോട്ട് മൈ മോം ടു സേ യുവർ നെയിം. നീ ഒന്ന് ഗസ് ചെയ്യും, ഞാൻ എൻ്റെ അമ്മയെ നിൻ്റെ പേര് പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ദെൻ അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ് ദാറ്റ്സ് അമേസിങ്. എന്താണ്? അത് അമേസിങ് ആയിട്ടുണ്ട്. ഐ ടോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിൻ്റെ പേരും പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ഓ, വെൻ യു ഗോയിങ് ബാക്ക് ടു ന്യൂ ജേഴ്സി? നീ എപ്പോഴാണ് ന്യൂ ജേഴ്സിയിലേക്ക് തിരിച്ചു പോകുന്നത്? കുഞ്ഞിച്ചിരുത പറയാണ് ഇൻ 2 weeks. എന്താണ്? 2 weeks കഴിഞ്ഞിട്ട്. വാട്ട് അബൌട്ട് യു, ഡു യു മിസ് ന്യൂ ജേഴ്സി? നീ എപ്പോഴാണ് പോകുന്നത്? നീ ന്യൂ ജേഴ്സി മിസ് ചെയ്യുന്നുണ്ടോ? ഓൺറ്റിനിറ്റോ പറയാണ് ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു. എന്താണ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഹാങ്ങിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ പോകുന്നത് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സ്കൂൾ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്കൂളിലെ ആക്ടിവിറ്റീസും മിസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ദ ഐസ്ക്രീം ആൻഡ് പ്രകാശ് ഷോപ്പ്. എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. അതുപോലെ പ്രകാശ് അങ്കിളുടെ പ്രകാശിൻ്റെ കടയിൽ നിന്ന് ഐസ്ക്രീമും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും എനിവേ ഞാനും 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു പോകുമെന്ന് പറയാണ്. ഡീൽ, കാൻറ്റ് വെയിറ്റ്, സീ യു സൂൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അവിടെ വെച്ച് കാണാം, നിങ്ങൾക്ക് ഇനിയും കുറേ കാത്തിരിക്കേണ്ടി വരില്ല. സീ യു സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാറ്റ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള നമ്മുടെ ഓൺറ്റിനിറ്റോയുടെയും കുഞ്ഞിച്ചിരുതയുടെയും ചാറ്റിലെ പീക്കായിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. യു വിഷ് യു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് ദിസ് വീക്കെൻഡ്. അപ്പോൾ ഈ വീക്കെൻഡിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ പുറത്ത് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? നിങ്ങൾ എങ്ങനെയാണ് അതിന് പ്ലാൻ ചെയ്യുന്നത്? സിറ്റ് ഇൻ പെയേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. നിങ്ങൾ 2 പേരായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ചാറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. യു, അപ്പോൾ നമ്മൾ പറയാണ് ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഈ വീക്കെൻഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറയാണ് ഐ എം നോട്ട് ഷുവർ യെറ്റ്. എനിക്ക് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? നിനക്ക് എങ്ങോട്ടെങ്കിലും പോകണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയേണ്ടത്? യെസ്, നമ്മൾ പറയേണ്ടത് യു യെസ് ഐ ഹാവ് എൻ ഐഡിയ. എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഫ്രണ്ട് പറയാണ് വാട്ട് ഈസ് ഇറ്റ്? എന്താണത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാം ഹൗ അബൌട്ട് ഗോയിങ് ടു ബീച്ച് ആൻഡ് സൂ? നമുക്ക് ബീച്ചിലും സൂയിലും പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുകയാണ്. ഫ്രണ്ട് പറയാണ് ദാറ്റ്സ് ഓസം, ദാറ്റ്സ് ഗുഡ്, ലെറ്റ്സ് പ്ലാൻ സംതിങ് ഫോർ ദാറ്റ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ യു ഷുവർ, ലെറ്റ് അസ് ടെൽ ദിസ് അവർ ഫ്രണ്ട്സ് ടു. നമുക്കിത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടെ പറയാം. ദാറ്റ്സ് ഗുഡ്, ഐ വിൽ ബ്രിങ് സ്നാക്സ് ടു ഈറ്റ്. ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരാം. ദെൻ യു പറയാണ് വൗ, ഓക്കെ ഡിയേഴ്സ്, സീ യു വീക്കെൻഡ്. ഓക്കെ, അതാണ് നമുക്ക് വീക്കെൻഡിൽ കാണാം, ബൈ എന്ന് പറയാണ്. അപ്പോൾ ഫ്രണ്ട് എന്താ പറയുക? ഓക്കെ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. അപ്പോൾ ഇങ്ങനെ ഒരു ചാറ്റ് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേസ് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോൺവെർസേഷൻസും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ഓൺറ്റിനിറ്റെ. എന്താണ് നമ്മുടെ കുഞ്ഞിച്ചിരുതക്ക് അവളുടെ ഫ്രണ്ടായിട്ടുള്ള ഓൺറ്റിനിറ്റയിൽ നിന്നും എന്ത് കിട്ടുകയാണ്, ഒരു ഇമെയിൽ കിട്ടുകയാണ്. ദെൻ ഫ്രം കൊടുത്തിട്ടുണ്ട്, എവിടെ നിന്നാണ്, ontinit12@gmail.com. ഓക്കെ, ദെൻ ടു kuഞ്ഞിച്ചിരുത@mail.com. ഓക്കെ, അപ്പോൾ അത് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിരിക്കുകയാണ്. ഡിയർ കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. എന്താണ്, ഞാൻ നിൻ്റെ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഐ എം ബാക്ക് ഇൻ മാർസിലീസ്. എന്താണ്, ഞാൻ തിരിച്ച് മാർസിലീസിലേക്ക് എത്തി. ദ വെദർ ഹിയർ ഈസ് ലവ്ലി. എന്താണ്, ഇവിടുത്തെ വെദർ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. ആൻഡ് ഐ വെൻറ്റ് ബാഡിൽ ബോർഡിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബാഡിൽ ബോർഡിങ്ങിനൊക്കെ പോയി. ഐ ഫെൽ ഡൗൺ മെനി ടൈംസ് ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. ആക്ച്വലി ഞാൻ അവിടെ കുറേ പ്രാവശ്യം വീഴുകയൊക്കെ ചെയ്തു, പക്ഷേ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു. നിനക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഹൗസ് കേരള? കേരള എങ്ങനെയുണ്ട്? ഐ റിയലി മിസ് യു ആൻഡ് കാൺ വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വഞ്ചേഴ്സ്. ഞാൻ നിന്നെ ശരിക്കും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിൻ്റെ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വയ്യ. സേ ഹായ് ടു യു മോം ഫോർ മീ. നീ നിൻ്റെ മമ്മയുടെ അടുത്ത് എൻ്റെ ഒരു ഹായ് പറയണം. ടേക്ക് കെയർ, ലവ് ആൻറ്റോനിറ്റ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആൻറ്റോനിറ്റ കുഞ്ഞിച്ചിരുതക്ക് മെയിൽ അയച്ചിട്ടുള്ളത്. ഇനി തൊട്ടടുത്ത പേജിലായിട്ട് കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. ഷീ ബിഗൻ ടു ടൈപ്പ് എ റിപ്ലൈ. ക്യാൻ യു ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ദ മെയിൽ. അപ്പോൾ എന്താണ്, കുഞ്ഞിച്ചിരുതക്ക് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ കുഞ്ഞിച്ചിരുത വിചാരിച്ചു ഇതിനൊരു റീപ്ലൈ കൊടുക്കണമെന്ന്. അപ്പോൾ അതിന് ആ മെയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളവളെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫ്രം ടു ഒന്നും കൊടുത്തിട്ടില്ല. ഫ്രം ആരാണ്, kuഞ്ഞിച്ചിരുത@mail.com അല്ലേ. ടു ആർക്കാണ്, ontinit12@mail.com എന്ന് കൊടുക്കുക. ദെൻ എന്നിട്ട് ഡിയർ ഓൺറ്റിനിറ്റെ, ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. എന്താണ്, നിൻ്റെ മെയിൽ കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയി. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. എന്താണ്, നിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. പിന്നെ എന്ത് കൊടുക്കാം, കേരള ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഐ ഹാവ് ബീൻ ഹാവിങ് എ വണ്ടർഫുൾ ടൈം വിത്ത് മൈ കസിൻസ്. കേരളം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെ ഈ ഒരു സമയമൊക്കെ ചെലവഴിക്കുകയാണ്. We went on boat ride through the backwaters and visited a spice garden. അപ്പോൾ എന്താണ്, ബാക്ക് വാട്ടേഴ്സിലൊക്കെ ഞങ്ങൾ ബോട്ടായിട്ട് പോവുകയും സ്പൈസ് ഗാർഡനൊക്കെ പോയിട്ട് വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ലൈക്ക് യുവർ ബാഡിൽ ബോർഡിങ് ഫോട്ടോസ്. അപ്പോൾ എനിക്ക് നിൻ്റെ ബാഡിൽ ബോർഡിങ് ഫോട്ടോസൊക്കെ ഇഷ്ടമായി. ദെൻ ഇറ്റ്സ് ഓസം. നല്ല ഭംഗിയുണ്ട്, നല്ല ഓസമായിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫെസ്റ്റിവൽ സീസൺ ഇൻ കേരള നൗ. കേരളത്തിൽ ഇപ്പോൾ ഫെസ്റ്റിവലിൻ്റെ സീസണാണ്. ഐ സോ മെനി ഫെസ്റ്റിവൽസ് ആൻഡ് എൻജോയ്ഡ്. ഞാൻ ഒരുപാട് ഫെസ്റ്റിവൽസ് ഒക്കെ കണ്ടു, എൻജോയ് ചെയ്തു. ഐ മിസ് യു അലോട്ട് ആൻഡ് വെയിറ്റിംഗ് ഫോർ സ്കൂൾ റീഓപ്പൺ. ഞാൻ ശരിക്കും നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. സ്കൂൾ റീഓപ്പണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. മൈ മോം സേസ് ഹലോ. എൻ്റെ മമ്മ നിൻ്റെ അടുത്ത് ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടേക്ക് കെയർ, ലവ് കുഞ്ഞിച്ചിരുത. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും കുഞ്ഞിച്ചിരുതയും നമ്മുടെ ആൻറ്റോനിറ്റയും തമ്മിൽ ഒരു ഇമെയിൽ അല്ലേ, റീപ്ലൈ ഇമെയിൽ അയക്കുന്നത്. നേരെ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ് ടു എമിഗ്രൻറ്റ് ഫാമിലീസ്. എന്താണ്, നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ക്ലാസ്സിലെ ഹാഫ് സ്റ്റുഡൻസും എന്താണ്, എമിഗ്രൻ്റ് ആയിട്ടുള്ള, മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അഥവാ ഇങ്ങോട്ട് വന്നിട്ടുള്ള കുട്ടികളാണ്. അങ്ങനത്തെ ഫാമിലീസിലെ കുട്ടികളാണ് ഉള്ളത്. ദർ വർ സ്റ്റുഡൻസ് ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റലി, ദ UAE, ഈജിപ്ത് ആൻഡ് ചൈന. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. അപ്പം എന്താണ്, അവിടെ മെക്സിക്കോ, കാനഡ, UAE, ഇറ്റലി, ഈജിപ്ത്, ചൈന ഇവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. കുഞ്ഞിച്ചിരുത എവിടെ നിന്നാണ്, ഇന്ത്യനാണ്. കുഞ്ഞിച്ചിരുത എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിച്ചിരുത ഇന്ത്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്ത്യയാണ് അല്ലേ, ഇന്ത്യക്കാരാണ്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ദ ടേം ഇന്ത്യൻ ഡിനോട്ട്സ് സംവൺ ഫ്രം ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരുന്നു എന്നതാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. Here is a list of such words for people from different countries. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളുടെ കുറച്ച് പേര് അവരെങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, കാനഡയിൽ നിന്നുള്ളവരെ നമ്മൾ കനേഡിയൻസ് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, കനേഡിയൻ. അതുപോലെ അടുത്തതെന്ന് പറയുന്നത് ചൈനയാണ്, അവരെ നമ്മൾ ചൈനീസ് എന്ന് പറയുന്നു.
നെക്സ്റ്റ് വണ് ഈജിപ്ത് ആണ്, ഈജിപ്ഷ്യൻ എന്ന് പറയുന്നു. ജപ്പാനിലുള്ളവരെ ജപ്പാനീസ് എന്ന് പറയുന്നു. മെക്സിക്കോനെ നമ്മൾ മെക്സിക്കൻ എന്ന് പറയുന്നു. ഇനി അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഇവിടെ ഫ്രാൻസും സ്പെയിനും തന്നിട്ടുണ്ട്. ഫ്രാൻസിലുള്ളവരെ നമ്മൾ ഫ്രഞ്ച് എന്നാണ് പറയാറുള്ളത്. സ്പെയിന് നമ്മൾ സ്പാനിഷ് എന്ന് പറയും. ജർമ്മനി നമ്മൾ ജർമ്മൻസ് എന്ന് പറയും. UAE നമ്മൾ എമിറാത്തീസ് എന്ന് പറയും. ഓക്കെ, കാരണം UAE എന്നുള്ളത് ഒരു അറബ് കൺട്രിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താണ് എമിറാത്ത്സ് എന്നാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എമിറാത്തീസ് എന്ന് പറയാറുണ്ട്. ക്യാൻ യു ആഡ് മോർ ടു ദ ലിസ്റ്റ്? അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ റഷ്യക്കാരെ നമ്മൾ റഷ്യൻസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ റഷ്യൻസ് എന്ന് എഴുതി കൊടുക്കുക. ഓസ്ട്രേലിയനെ നമ്മൾ ഓസ്ട്രേലിയൻസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഓസ്ട്രേലിയൻസ് എന്ന് പറയും. അപ്പോൾ അതും അവിടെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4th വൺ, ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. എന്താണ്? വാക്കുകൾ കൊണ്ട് നമുക്കൊരു ഫൺ ഗെയിം നടത്താം. കുഞ്ഞിച്ചിരുത ആൻഡ് ഓൻറ്റനിറ്റോ ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം. കുഞ്ഞിച്ചിരുതയും ഓൻറ്റനിറ്റോയും കൂടെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ദേ പിക്ക്ഡ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഈച്ച് ലെറ്റേഴ്സ് ഓഫ് ദെയർ നെയിം. അപ്പോൾ അവരുടെ പേരിൽ ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ടും ഓരോ വേർഡാണ് അവർ പിക്ക് ചെയ്യുന്നത്. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. അപ്പോൾ ആ വേർഡ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്ക് എന്തായിരിക്കണം? അവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ആയിരിക്കണമെന്നും ഗെയിമിലുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, കെ ഇൻ കുഞ്ഞിച്ചിരുത സ്റ്റാർട്ട് ഫോർ കൈൻഡ്. ഓക്കെ, അപ്പോൾ കുഞ്ഞിച്ചിരുത എന്നത് കെ വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ കെ എന്നുള്ളതിൽ എന്താക്കി? കൈൻഡ് എന്നായിട്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ കൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ആൻഡ് എ ഈസ് ഓൻറ്റനിറ്റോ സ്റ്റാർട്ട് ഫോർ ആക്റ്റീവ്. അപ്പോൾ ഓൻറ്റനിറ്റോയുടെ പേര് തുടങ്ങുന്നത് എന്താണ്? എ വെച്ചുകൊണ്ടാണ്. എ എന്നുള്ളത് അവർ ആക്റ്റീവായിട്ട് എടുത്തു. ഹെൽപ്പ് ദം കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അപ്പോൾ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഇവിടെ കെ കൈൻഡ്, യു എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്. എൻ നീറ്റ്, എച്ച് ഹെൽപ്ഫുൾ, ഐ ഇൻ്റലിജൻറ്റ്, സി ക്യൂരിയസ്, എച്ച് ഹാപ്പി, ഐ ഇമാജിനേറ്റീവ്. ഇനി അടുത്ത് എന്താണ്? ആറാണല്ലേ. അപ്പോൾ 6 വെച്ചുകൊണ്ട് നമുക്ക് എന്താ പറയാം? റേഡിയൻസ് എന്ന് പറയാം. യു അൺബ്രീറ്റബിൾ. ഓക്കെ, അൺബീറ്റബിൾ. ദെൻ ടി ട്രസ്റ്റ് വർത്തി, എച്ച് ഹോണസ്റ്റ്, എ അമേസിങ്. ഇനി നമുക്ക് ഓൻറ്റനിറ്റയെ നോക്കാം. ഓൻറ്റനിറ്റയുടെ എ ആണ് ഫസ്റ്റ്, അത് ആക്റ്റീവാണ്. എൻ എന്ന് പറഞ്ഞാൽ നെയ്സ്, ടി ടാലൻറ്റഡ്, ഒ ഒപ്റ്റിമിസ്റ്റ്, ഐ ഇൻസ്പയറിങ്. അടുത്ത എന്താണ്? എൻ ആണല്ലേ. എൻ വെച്ചുകൊണ്ട് എന്ത് പറയാം? നോബിൾ. ദെൻ ഇ എനർജറ്റിക്, ടി ട്രൂത്ത്ഫുൾ, ടി ടാക്ട്ഫുൾ, ദെൻ ഇ എക്സലൻറ്റ്. ഇങ്ങനെ ഈ ഒരു ഗെയിം നടത്താം. ഇനി ഇതിൽ ബി നമുക്ക് നോക്കാം. നൗ ഡു ദ സെയിം ഫോർ യുവർ നെയിം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കുഞ്ഞിച്ചിരുതയുടെയും ഓൻറ്റനിറ്റയുടെയും ആയിരുന്നു ചെയ്തത് അല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ പേരിൻ്റെയും ഒന്ന് ചെയ്ത് നോക്കാം. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഷെയർ യുവർ വർക്ക് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഹോംവർക്കൊക്കെ ഈ വർക്ക് നിങ്ങൾ ക്ലാസ്സിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, സി ഹിയർ ആർ സം ക്വാളിറ്റീസ് ഡിസ്ക്രൈബിങ് ദ ക്യാരക്ടർ ഓഫ് കുഞ്ഞിച്ചിരുത. റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് ഈച്ച് ഓഫ് ദീസ് ക്വാളിറ്റീസ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞു അല്ലേ. കൈൻഡ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ കൈൻഡ് വെച്ചുകൊണ്ട് കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ഗേൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ അണ്ടർസ്റ്റാൻഡിങ്, ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. സ്കൂളിലും വീട്ടിലെയും കാര്യങ്ങൾ അവൾ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ അടുത്തത് എന്താണ്? നീറ്റാണ് അല്ലേ. നീറ്റ് വെച്ചുകൊണ്ട് എന്താ എഴുതാം? ഷീ കീപ്സ് ഹെർ ഷെൽഫ് നീറ്റ് ആൻഡ് ക്ലീൻ. അവളുടെ ഷെൽഫൊക്കെ ക്ലീൻ ആക്കുകയും നീറ്റ് ആക്കുകയൊക്കെ ചെയ്യുമെന്ന് എഴുതാം. നെക്സ്റ്റ് വൺ ഹെൽപ്ഫുൾ ആണ്. ഷീ ഓൾവേസ് ഹെൽപ്സ് ഹെർ ഫ്രണ്ട്സ്. അവൾ എപ്പോഴും അവളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഇൻ്റലിജൻ്റ് ആണ്. ഷീ ആൻസേഴ്സ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ് ക്വിക്ക്ലി. അവരുടെ ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ അവൾ വളരെ എളുപ്പത്തിൽ വളരെ ക്വിക്കായിട്ട് തന്നെ പറയാറുണ്ട്. നെക്സ്റ്റ് വൺ ക്യൂരിയസ് ആണ്. ഷീ ഈസ് വെരി ക്യൂരിയസ് ടു നോ അബൌട്ട് സ്റ്റോറീസ്. സ്റ്റോറീസിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ അവൾക്ക് വളരെയധികം ക്യൂരിയസ് ആണ്. നെക്സ്റ്റ് ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിജ്ഞാസ അല്ലേ. ഹാപ്പി, കുഞ്ഞിച്ചിരുത ലവ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ലേൺ ന്യൂ തിങ്സ്. കുഞ്ഞിച്ചിരുതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും വളരെയധികം ഇഷ്ടമാണ്. നെക്സ്റ്റ് ഇമാജിനേറ്റീവ്. ഷീ റോട്ട് ആൻ ഇമാജിനറി സ്റ്റോറി. അവൾ ഒരു സാങ്കല്പിക കഥ എഴുതി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകളാണ് അവിടെ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇനി ഇതിലെ ഒരു ഡി ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ലെറ്റ്സ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞിച്ചിരുത യൂസിങ് ദ ക്വാളിറ്റീസ് എബവ്. മേലെ കൊടുത്തിട്ടുള്ള ക്വാളിറ്റീസ് വെച്ചുകൊണ്ട് കുഞ്ഞിച്ചിരുതയെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. കുഞ്ഞിച്ചിരുത വളരെ കൈൻഡും ഹെൽപ്ഫുള്ളും ആണ്. ഷീ ഈസ് വെരി നീറ്റ് ആൻഡ് കീപ്സ് ഹെർ സറൗണ്ടിങ്സ് ക്ലീൻ. അവൾ എന്താണ്? വളരെ നീറ്റാണ്. അവളുടെ ചുറ്റുപാടും അവൾ വളരെ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി നോക്കാറുണ്ട്.
ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ഓൾവേസ് ഈഗർ ടു ലേൺ മോർ. അവൾ വളരെ ഇൻ്റലിജൻ്റ് ആണ്, ബുദ്ധിശക്തി ഉള്ളവളാണ്. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ അവൾക്ക് വളരെ ആകാംക്ഷയാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഹെർ ക്യൂരിയോസിറ്റി ലീഡ്സ് ഹെർ ടു ആസ്ക് മെനി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. അവളുടെ ആ ഒരു ക്യൂരിയോസിറ്റി, അവളുടെ ആ ജിജ്ഞാസയാണ് എപ്പോഴും അവളങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നത്. ദെൻ കുഞ്ഞു ചിരുത ഈസ് എ ഹാപ്പി ഗേൾ ഹൂ മേക്സ് എവ്രി വൺ അറൗണ്ട് ഹെർ സ്മൈൽ. അതുപോലെ തന്നെ കുഞ്ഞിച്ചിരുത വളരെയധികം സന്തോഷമുള്ള കുട്ടിയും ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുഞ്ഞിച്ചിരുതയെ കുറിച്ചിട്ട് എഴുതാവുന്നതാണ്. നമുക്ക് ഫിഫ്ത്ത് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള സെൻറ്റൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയിംഡ് ആൻ്റണിറ്റോ ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. എന്താണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്പ്രിംഗ് ബ്രേക്കിൻ്റെ മുന്നേ ആയിട്ട് അഡ്മിഷൻ എടുത്തു? ആൻ്റണിറ്റോ എന്ന് പറയുന്ന ഒരു പുതിയ കുട്ടി കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇതാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇമാജിൻ എ ന്യൂ സ്റ്റുഡൻറ്റ് ഫ്രം അനദർ കൺട്രി ഓർ സ്റ്റേറ്റ് ഹാസ് ജസ്റ്റ് ജോയിൻഡ് യുവർ സ്കൂൾ. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ സ്കൂളിലും ഇതേപോലെ തന്നെ മറ്റൊരു കൺട്രിയിൽ നിന്നുള്ളൊരു കുട്ടി ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഹൗ വുഡ് യു ഹെൽപ്പ് ഹെർ അഡ്ജസ്റ്റ് ടു ദ ന്യൂ പ്ലേസ് ആൻഡ് കൾച്ചർ. അപ്പോൾ ഒരു പുതിയ സ്ഥലത്തെക്കുറിച്ചിട്ടും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചിട്ടും എങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, അവിടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. യു മേ യൂസ് വിൽ, ഷോൾ, ക്യാൻ ടു ഫ്രെയിം സെൻറ്റൻസസ്. അപ്പോൾ സെൻറ്റൻസ് നിങ്ങൾ ഉണ്ടാക്കുക. അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വില്ലോ അല്ലെങ്കിൽ ഷോളോ അല്ലെങ്കിൽ ക്യാനോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. അവളെ ഞാൻ ഈ സ്കൂളിൻ്റെ ചുറ്റും കാണിച്ചു കൊടുക്കും, എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വില്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ദീസ് ഹിൻസ് മേ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദിസ് ആക്ടിവിറ്റി. അപ്പോൾ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, ന്യൂ സബ്ജക്ട്സ്, റൂൾസ്, ടീച്ചേഴ്സ്, ലോക്കൽ ലാംഗ്വേജ്, പ്ലേസസ് ടു വിസിറ്റ്, സ്കൂൾ ലൈബ്രറി, കഫ്റ്റീരിയ. ഇത്രയും കാര്യങ്ങൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ ആ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഐ ഷാൾ ഹെൽപ്പ് ഹെർ അണ്ടർസ്റ്റാൻഡ് ദ ന്യൂ സബ്ജക്ട്സ്. പുതിയ സബ്ജക്ട്സൊക്കെ അവളെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഐ വിൽ ടെൽ ഹെർ അബൌട്ട് ദ റൂൾസ് ഇൻ ദ സ്കൂൾ. സ്കൂളിലെ റൂൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ഐ ഷാൾ ഇൻട്രൊഡ്യൂസ് ഹെർ ടു ദ ടീച്ചേഴ്സിനൊക്കെ അവളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഐ ക്യാൻ ടീച്ച് ഹെർ സം ന്യൂ വേർഡ്സ് ഇൻ ലോക്കൽ ലാംഗ്വേജ്. ലോക്കൽ ലാംഗ്വേജിൽ ചില ന്യൂ വേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് വാക്കുകളൊക്കെ ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഐ വിൽ ടേക്ക് ഹെർ ടു ദ സ്കൂൾ ലൈബ്രറി ആൻഡ് കഫ്റ്റീരിയ. അവളെ സ്കൂൾ ലൈബ്രറിയിലേക്കും കഫ്റ്റീരിയയിലേക്കും കൊണ്ടുപോകും. ദെൻ ഐ വിൽ ടെൽ ഹെർ അബൌട്ട് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ടു വിസിറ്റ്. ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഏതൊക്കെയാണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നത്. നെക്സ്റ്റ് സിക്സ്ത് ആക്ടിവിറ്റി ആണ് റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിലെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. എന്താണ്, അവൾ വളരെ പെട്ടെന്ന് അമേസിങ് സ്പീഡിൽ തന്നെ ഇംഗ്ലീഷ് പിക്ക് ചെയ്തു, ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുത്തു. ഇൻ ദിസ് സെൻറ്റൻസ് ദ പെയർ പിക്ഡ് ആൻഡ് അപ്പ് ടുഗെദർ. പിക്ഡ് അപ്പ് മീൻസ് ലേൺഡ് ഓർ അക്വേർഡ്. എന്താണ്, ഇവിടെ പിക്ഡ് അപ്പ് എന്നുള്ള രണ്ട് പെയേഴ്സ് ഒരുമിച്ച് ചേർന്നിട്ട് പിക്ഡ് അപ്പ് ആയിട്ട് മാറി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലേൺഡ്, പഠിച്ചു, അല്ലെങ്കിൽ അക്വേർഡ്, അവരത് നേടിയെടുത്തു എന്നൊക്കെയാണ്. ഇനി എ ചോദ്യം, എ ഫ്യൂ സച്ച് പെയേഴ്സ് ഓഫ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ ദോസ് എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി. അപ്പോൾ താഴെ എന്താണ്, ഇത്തരത്തിലുള്ള ഒരു പെയറാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ടുള്ള സെൻറ്റൻസ് നമ്മുടെ സ്റ്റോറിയിൽ നിന്നും എഴുതണം. ഫസ്റ്റ് വൺ കം അക്രോസ് ആണ്. അതെങ്ങനെയാണ്, കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഇൻ ദ സ്ട്രീറ്റ്സ്. ഓക്കെ, ദ സ്വിച്ച് ഓഫ് ഓവർ എന്നുള്ളതാണ്. പ്രകാശ് സഡൻലി സ്വിച്ച് ഓവർ ടു മലയാളം. എന്താണ്, പെട്ടെന്ന് തന്നെ പ്രകാശ് ഇംഗ്ലീഷിൽ നിന്നും സ്വിച്ച് ഓവർ ആയിട്ട് മലയാളത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇതിലെ ബി ആണ്, റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ മോർ സച്ച് എക്സ്പ്രഷൻസ് യൂസ്ഡ്. അപ്പോൾ താഴെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഇത്തരത്തിലുള്ള കൂടുതൽ എക്സ്പ്രഷൻസ് നമ്മളെടുത്ത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇതൊന്ന് വായിച്ചു നോക്കാം. കുഞ്ഞിച്ചിരുത, ഹായ് എവ്രി വൺ, ഓൺജിനിറ്റി ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്, ലെറ്റ്സ് ഡു സംതിങ് സ്പെഷ്യൽ. എന്താണ്, കുഞ്ഞിച്ചിരുത പറയാണ്, ഫ്രണ്ട്സെ നമ്മുടെ ഓൺജിനിറ്റയുടെ ബർത്ത്ഡേ വരെയാണ്, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം. ജേക്ക്, യാ വി ക്യാൻ പിക്കപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ ഹെർ. നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഒരു നൈസ്, നല്ല ഭംഗിയുള്ളൊരു ഗിഫ്റ്റ് എടുക്കണം. മിയ, ആൻഡ് വി ക്യാൻ ടേക്ക് ഹെർ ഔട്ട് ടു ഈറ്റ് ആൻഡ് ഹെർ ഫേവറേറ്റ് കഫേ. നമുക്ക് അവളെ പുറത്ത് കൊണ്ടുപോയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള കഫേയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം.
കുഞ്ഞു ചെറുത ഗ്രേറ്റ്. ഐ വിൽ ഫിക്സ് എ ടൈം ഫോർ അസ് ടു ഗോ. നമുക്ക് പോകാനുള്ള ഒരു സമയം ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ ബെൻ, ഐ വിൽ ലുക്ക് ഫോർ എ ഗുഡ് ഗിഫ്റ്റ്. വാട്ട് അബൌട്ട് എ ബുക്ക്? നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് നോക്കണം. ഒരു ബുക്കായാലും എങ്ങനെ ഉണ്ടായിരിക്കും? കുഞ്ഞു ചെറുത ഗുഡ് ഐഡിയ. വി ക്യാൻ ചെക്ക് ഔട്ട് ദ ബുക്ക് സ്റ്റോർ ടു ഫൈൻഡ് വൺ ഷി വിൽ ലൈക്ക്. നമുക്ക് എന്തായാലും ബുക്ക് സ്റ്റോറിൽ പോയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നല്ല ഐഡിയ ആണെന്ന് പറയാണ്. മിയ പറയാണ് വി വിൽ ലുക്ക് അപ്പ് എ ബുക്ക് ഷീ ഡസൻ ഹാവ്. അവൾക്ക് ഇല്ലാത്ത ഏത് ബുക്കാണോ ഉള്ളത് അത് നമുക്ക് എടുക്കാമെന്ന് പറയാണ്. ദെൻ ജെയ്ക്ക് പറയാണ് ലെറ്റ്സ് ഗെറ്റ് എ കേക്ക് ടു. ഐ ക്യാൻ ഡ്രോപ്പ് ഇറ്റ് ഓഫ് അറ്റ് ഹെർ ഹൗസ്. എന്താണ്, നമുക്കൊരു കേക്കും കൂടെ അറേഞ്ച് ചെയ്യാം, നമുക്കത് അവളുടെ വീട്ടിലേക്ക് എത്തിക്കാം. ഞാൻ അവളുടെ വീട്ടിലെത്തിക്കാമെന്ന് പറയാണ്. ദെൻ കുഞ്ഞു ചെറുത പെർഫെക്റ്റ്. വി വിൽ ആസ്ക് ഹെർ ടു കം ബാക്ക് ടു ദ കഫേ ആഫ്റ്റർ സ്കൂൾ ആൻഡ് വി വിൽ സർപ്രൈസ് ഹെർ. നമുക്ക് അവളോട് സ്കൂൾ കഴിഞ്ഞിട്ട് കഫേയിലേക്ക് വരാൻ പറയാം, എന്നിട്ട് നമുക്ക് അവളെ അവിടെ വെച്ചിട്ട് സർപ്രൈസ് ചെയ്യാമെന്ന് പറയാണ്. ബെൻ പറയാണ് ഓക്കെ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് കീപ് ദ സീക്രട്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ പോവാം, എന്നിട്ട് ഇത് നമുക്ക് സീക്രട്ടായിട്ട് വെക്കാമെന്ന് പറയാണ്. ഇനി താഴെ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് പെയേഴ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ പറയുന്നുണ്ട് കമ്മിങ് അപ്പ് എന്നുള്ളത്. കമ്മിങ് അപ്പ് എവിടെയാണ്? ഓൺറ്റനിറ്റേഴ്സ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് പിക്ക് അപ്പ് എന്നുള്ളത്. പിക്ക് അപ്പ്. ദെൻ ടേക്ക് ഹെർ ഔട്ട്, ഫിക്സ് എ ടൈം, ലുക്ക് ഫോർ, ചെക്ക് ഔട്ട്, ലുക്ക് അപ്പ്, ഡ്രോപ്പ് ഇറ്റ് ഓഫ്, ഗോയിങ്, ഗെറ്റ് ഗോയിങ്. ഇതൊക്കെ ഇത്തരത്തിലുള്ള പെയേഴ്സാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഏതൊക്കെയാണ്? കമ്മിങ് അപ്പ് അവിടെ ഓൾറെഡി ഉണ്ട്, പിക്കപ്പ് എഴുതുക, ടേക്ക് കെയർ ഔട്ട് എഴുതുക, ഫിക്സ് എ ടൈം, ലുക്ക് ഫോർ, ചെക്ക് ഔട്ട്, ലുക്ക് അപ്പ്, ഡ്രോപ്പ് ഇറ്റ് ഓഫ് അവിടെ എഴുതുക, ഗോയിങ് ഓൺ അവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 7th വൺ ആണ്. ഇൻ ദ ക്ലാസ് ദ ടീച്ചർ ആസ്ക് എവ്രി ടു സേ സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദെയർ ഹോം കൺട്രി. എന്താണ്, ക്ലാസ്സിൽ ടീച്ചർ എല്ലാവരോടും അവരുടെ ഹോം കൺട്രിയിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു. ബെൻ ഫ്രം ഇറ്റലി ഗോസ് ഫസ്റ്റ്. അങ്ങനെ ബെന്നിനാണ് ആദ്യത്തെ അവസരം കിട്ടിയത്. ലെറ്റ്സ് ലിസൺ ടു വാട്ട് ഹി ഹാസ് ടു സേ അബൌട്ട് ഹിസ് കൺട്രി. അപ്പോൾ നിങ്ങൾ ലിസൺ ചെയ്യുക എന്തൊക്കെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അതാണ് അവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഇറ്റലി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. എന്താണ്, ഞാൻ ഇറ്റലിയിൽ നിന്നാണ് വരുന്നത്, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് റോം. റോം ആണ് അതിൻ്റെ ക്യാപിറ്റൽ, തലസ്ഥാനം എന്ന് പറയുന്നത്. ദ ഫ്ലാഗ് ഈസ് റിയലി കൂൾ വിത്ത് 3 കളേഴ്സ്, ഗ്രീൻ, വൈറ്റ് ആൻഡ് റെഡ്. അവിടുത്തെ ഫ്ലാഗ് എന്ന് പറയുന്നത് 3 കളേഴ്സ് കൊണ്ടുള്ളതാണ്, ഗ്രീന്, വൈറ്റ്, റെഡ്. മോസ്റ്റ് പീപ്പിൾ ഇൻ ഇറ്റലി സ്പീക്ക് ഇറ്റാലിയൻ. അവിടുത്തെ അധികം ആളുകൾ സംസാരിക്കുന്നത് ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ്. വി മേക്ക് സം ഓഫ് ദ ബെസ്റ്റ് ഫുഡ്സ് എവർ ലൈക്ക് പിസ്സ ആൻഡ് പാസ്ത. അവരുണ്ടാക്കുന്ന ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? പിസ്സയും പാസ്തയുമാണ്. Italy is also home to amazing places like the Colosseum, the Leaning Tower of Pisa and the canals of Venice. അവിടെ എന്താണ്, പ്രധാനമായിട്ടുമുള്ള സ്ഥലങ്ങളാണ്. ഒന്ന് കൊളസ്ട്രിയം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ലേണിംഗ് ടവർ ഓഫ് പിസ എന്ന് പറയുന്നത്, കനാൽസ് ഓഫ് വെനീസ് എന്ന് പറയുന്നത്. ഇഫ് യു വിസിറ്റ് ഇറ്റലി യു മൈറ്റ് ഈവൻ സ്പോട്ട് എനിമൽസ് ലൈക്ക് ദ ഇറ്റാലിയൻ വുൾഫ് ആൻഡ് വൈൽഡ് ബോർ. അതുപോലെ തന്നെ നിങ്ങളവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കാണുന്ന പ്രധാനമായിട്ടുള്ള 2 സ്പോട്ട് എനിമൽസ് ആണ്. ഒന്ന് ഇറ്റാലിയൻ വുൾഫും മറ്റൊന്ന് വൈൽഡ് ബോറും. ദ വെദർ ഈസ് നൈസ് ടു വിത്ത് വാം സമ്മേഴ്സ് ആൻഡ് കൂൾ വിൻ്റേഴ്സ്. അവിടുത്തെ വെദർ, കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. സമ്മറിലാണെങ്കിലും അതുപോലെ തന്നെ വിൻ്റർ എന്ന് പറയുന്നത് വളരെ കൂളായിരിക്കും. സമ്മർ വളരെ വാമായിട്ട് ചെറിയൊരു തണുപ്പുള്ള ഒരു സമയം തന്നെയായിരിക്കും. ഇറ്റാലിയൻസ് ലവ് ടു സെലിബ്രേറ്റ് ഹോളിഡേയ്സ് ലൈക്ക് ക്രിസ്മസ്, ഈസ്റ്റർ ആൻഡ് കാർണിവൽസ് വേർ വി വിയർ കളർഫുൾ മാസ്കസ് ആൻഡ് കോസ്റ്റ്യൂംസ്. ഇറ്റാലിയൻസിന് പ്രധാനമായിട്ടും അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോളിഡേ എന്ന് പറയുന്നത് ഒന്ന് ക്രിസ്മസും മറ്റൊന്ന് ഈസ്റ്ററും അതുപോലെ തന്നെ കാർണിവൽസുമാണ്. അന്ന് അവരെന്ത് ചെയ്യും? അന്ന് അവർ നല്ല കളർഫുൾ ആയിട്ടുള്ള മാസ്കും കോസ്റ്റ്യൂമും ഒക്കെ ഇടും. ഓക്കെ, സൗണ്ട്സ് ഫൺ റൈറ്റ്. അപ്പോൾ ഇത്രയുമാണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നെക്സ്റ്റ് ഓൺറ്റനിറ്റെ വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹെർ കൺട്രി ഫ്രാൻസ്. അടുത്തതായിട്ട് നമ്മൾ ഓൺറ്റനിറ്റയാണ് അവളുടെ കൺട്രി ആയിട്ടുള്ള ഫ്രാൻസിനെ കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നത്. സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ഫ്രാൻസ് ആർ ഗിവൺ. അപ്പോൾ ഫ്രാൻസിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ക്യാൻ യു ഹെൽപ്പ് ഹെർ മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അവളെ ഹെൽപ്പ് ചെയ്യണം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കൺട്രി തന്നിട്ടുണ്ട് ഫ്രാൻസ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാരീസ് ആണ്, ഫ്ലാഗ് എന്ന് പറയുന്നത് 3 കളേഴ്സാണ്, ബ്ലൂ, വൈറ്റ്, റെഡ് ആണ് വരുന്നത്. മേജർ ലാംഗ്വേജ് ഫ്രഞ്ച് ആണ്. പോപ്പുലർ ഫുഡ് ഐറ്റംസ് ക്രൊസൻറ്റും അതുപോലെ തന്നെ ബാങ്ക്റ്റീസും മക്കാറോൺസും ഒക്കെയാണ്.
ഫേമസ് പ്ലേസസ് എയ്ഫിൽ ടവർ, ദ ലൂവർ മ്യൂസിയം, ബീച്ചസ് ഓഫ് ദ ഫ്രഞ്ച് റിവേരിയ. എനിമൽസ് ഏതൊക്കെയാണ്? ഫ്രഞ്ച് ബുൾഡോഗും അതുപോലെ തന്നെ വൈൽഡ് ബോറുമാണ്. സെലിബ്രേഷൻസ് ബാസ്റ്റൈൽ ഡേയും ക്രിസ്മസ്, ഈസ്റ്റർ ഇതൊക്കെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേയ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതി നോക്കാം. ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഐ എം ഫ്രം ഫ്രാൻസ്. ഞാൻ ഫ്രാൻസിൽ നിന്നാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണത്. ഇറ്റ്സ് ക്യാപിറ്റൽ ഇൻ പാരീസ്. ഓക്കെ, പാരീസ് ആണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫുൾ സ്റ്റോപ്പ് ഓർ നാഷണൽ ഫ്ലാഗ് ഹാസ് 3 കളേഴ്സ്, ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. അവിടുത്തെ ഫ്ലാഗിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ, വൈറ്റ്, റെഡുമാണ്. ദ മേജർ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ ഫ്രഞ്ച്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഫ്രഞ്ചാണ്. വി ആർ ഫേമസ് ഫോർ അവർ ഡിലീഷ്യസ് ഫുഡ് ലൈക്ക് എ ക്രോസൻറ്റ്, ബാഗഡ് ചീസ് ആൻഡ് എ പെക്കോറൻസ്. ഓക്കെ, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഫ്രാൻസ് ഈസ് ഓൾസോ ഹോം ടു മെനി വണ്ടർഫുൾ ആൻഡ് ഫേമസ് പ്ലേസസ് സച്ച് ആസ് എയ്ഫിൽ ടവർ, ദ ലൂവർ മ്യൂസിയം ആൻഡ് ദ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഓഫ് ദ ഫ്രഞ്ച് റിവേരിയ. അപ്പോൾ അവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്ലേസസ് എന്ന് പറയുന്നത് ഒന്ന് എയ്ഫിൽ ടവറും അതുപോലെ തന്നെ ലൂവർ മ്യൂസിയം, ഫ്രഞ്ച് റിവേരിയ എന്ന ബീച്ച്, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഇഫ് യു വിസിറ്റ് ഫ്രാൻസ് യു മൈറ്റ് സീ എനിമൽസ് ലൈക്ക് ദ ഫ്രഞ്ച് ബുൾഡോഗ് ആൻഡ് വൈൽഡ് ബോർ. ഇതൊക്കെയാണ് അവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന എനിമൽസ് എന്ന് പറയുന്നത്. ദ വെദർ ഈസ് പ്ലസൻറ്റ് വിത്ത് വാം സമ്മേഴ്സ് ആൻഡ് കൂൾ വിൻ്റേഴ്സ്. അവിടുത്തെ സമ്മർ എന്ന് പറയുന്നത് നല്ല തണുത്ത ഒരു വാം ആയിട്ടുള്ളതും അതുപോലെ വിൻ്റർ വളരെ കൂളായിട്ടുള്ളതുമാണ്. വി സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ് ലൈക്ക് ദ ബാസ്റ്റൈൽ ഡേ, ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ വിത്ത് ഗ്രേറ്റ് ജോയ്. അവിടെ പ്രധാനമായിട്ടും ഈ 3 ദിവസങ്ങളാണ് അവർ സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുതിയ പാഠഭാഗമാണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.